ആദ്യമായിട്ടാണ് അണ്ടർ 10,000 എന്ന പ്രൈസിൽ സാംസങ്ങിൻ്റെ ഒരു 5G ഫോൺ വരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡുമായി കമ്പയർ ചെയ്ത് നോക്കാം. അതാവുമ്പോൾ ഈ ഫോൺ ബിലോ ആവറേജ് ആണോ അതോ എബവ് ആവറേജ് ആണോ എന്ന് കൃത്യമായി മനസ്സിലാകും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 120 ഹേർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഉള്ള HD+ റെസൊല്യൂഷനുള്ള അത്യാവശ്യം നല്ല ഔട്ട്ഡോർ വിസിബിലിറ്റി ഉള്ള LCD ഡിസ്പ്ലേസ് ആണ് ഈ സെഗ്മെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ്. എന്നാൽ സാംസങ്ങിൻ്റെ ഈ ഫോണിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെറും 90 ഹേർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് വിത്ത് വാട്ടർ ഡ്രോപ്പ് നോച്ച് ആൻഡ് ആവറേജ് ബെസൽസ്. 7,000 രൂപയുടെ മോട്ടോ ഫോൺ നോക്കിയാലും 6,000 രൂപയുടെ ഇൻഫിനിക്സിൻ്റെ ഫോൺ നോക്കിയാലും എല്ലാം തന്നെ പഞ്ച് ഹോൾ ഡിസൈൻ ആണ് വരുന്നത്. ബട്ട് സാംസങ് ഇതുവരെയായിട്ടും അപ്ഡേറ്റ് ആയിട്ടില്ല. ഇനി ബ്രൈറ്റ്നസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 800 nits ആണ് HBM മോഡലിൽ നമുക്ക് കിട്ടുക. സോ അത്യാവശ്യം നല്ല ഔട്ട്ഡോർ വിസിബിലിറ്റി ഇതിനുണ്ട്. അടുത്തതായി പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡയമൻസിറ്റി 6300 എന്ന് പറയുന്ന പ്രോസസ്സറാണ് നമ്മുടെ സാംസങ്ങിൻ്റെ ഈ ഫോണിൽ കണ്ടുവരുന്നത്. 4 lakh+ Antutu 4GB RAM ആൻഡ് 128GB സ്റ്റോറേജ്. ഇതിൽ 40 FPS ഗെയിമിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസിൽ നമുക്കൊരു ടിക്ക് കൊടുക്കാം. ക്യാമറ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ് അഗെയിൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡിൽ നമുക്കൊരു 50+2 മെഗാ ഡുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ട് സൈഡിൽ 8 മെഗാ ഒരു സെൽഫി ക്യാമറയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇത് ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ദ പ്രൈസ് വിത്ത് ആക്യുറേറ്റ് കളേഴ്സ്. ക്യാമറ സാമ്പിൾസ് പരിശോധിച്ചപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ് ഒക്കേഷണലി ബാക്ക്ഗ്രൗണ്ടിലെ ചില ഓബ്ജക്ട്സിനെ ഇത് ബ്ലറാക്കും. ഫോർ എക്സാമ്പിൾ ഈ ഫോട്ടോ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ ഭാഗവും മെയിൻ സബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ കാറും ആ ബിൽഡിങ്ങും ഒക്കെ അത്യാവശ്യം അൺക്ലിയർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനി വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോൺ ഉപയോഗിച്ച് നമുക്ക് പരമാവധി 1080p റെസൊല്യൂഷൻ 30 FPS വീഡിയോസാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. സോഫ്റ്റ്വെയറിൻ്റെ കേസിൽ സാംസങ് വളരെ എളുപ്പത്തിൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് എല്ലാം തന്നെ മറികടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് Android 15 ബേസ് ചെയ്തിട്ടുള്ള One UI 7 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്ന 4 കൊല്ലത്തെ മേജർ സെക്യൂരിറ്റി ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളാണ്. ഇനി ഒരു പ്രപഞ്ച സത്യം പറയുകയാണെങ്കിൽ ഇത്രയും അപ്ഡേറ്റുകൾ ഈ ഫോൺ താങ്ങൂല. ഒരു 2 അപ്ഡേറ്റിന് ശേഷം ഇതെല്ലാം ഓഫ് ആക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അടുത്തതായി പറയാനുള്ള ബ്ലോട്ട്വെയറുകളെ കുറിച്ചാണ്. ഈ സെഗ്മെൻറ്റിലെ മറ്റുള്ള ഫോണുകളെ പോലെ തന്നെ ഇതിലും അത്യാവശ്യം ബ്ലോട്ട്വെയർ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എല്ലാം തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നതുമാണ്. അടുത്തതായി സാംസങ്ങിൻ്റെ ഐക്കോണിക് ഫീച്ചർ ആയ നോക്സ് വോൾട്ട് എന്ന് പറയുന്ന സംവിധാനവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ട് അതിൽ സൂക്ഷിക്കാൻ സാധിക്കും. ബാറ്ററി ആൻഡ് ചാർജിങ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. സാംസങ് പറഞ്ഞിരിക്കുന്നത് 5000 mAh ബാറ്ററി വിത്ത് 25 watt ഫാസ്റ്റ് ചാർജിങ് എന്നാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, 25 watt ഫാസ്റ്റ് ചാർജിങ് എന്നാണ്, ചാർജർ എന്നല്ല. അതായത് ബോക്സിൽ ചാർജർ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, ആ Type-C കേബിൾ മാത്രം ഉണ്ടാവും. സോ ഇതിനായി നമ്മൾ സെപ്പറേറ്റ് ഒരു 1500 രൂപ കാണണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ അഡാപ്റ്റർ നമുക്ക് കിട്ടും. അതല്ല വീട്ടിൽ തന്നെ ഒരു Type-C അഡാപ്റ്റർ ഉണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ സോൾവ് ആയി. കണക്ടിവിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാംസങ് അഗെയിൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിനെ ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 12 5G ബാൻഡ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിത്ത് ബ്ലൂടൂത്ത് 5.3 ആൻഡ് Wi-Fi 5. ഇനി പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ യാതൊന്നുമില്ല. ഒരു ഗോറില്ല ഗ്ലാസോ പാൻഡ ഗ്ലാസോ ഡ്രാഗൺ ട്രെയിലിൻ്റെ ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും കൊടുത്തിട്ടില്ല. യാതൊരു വിധത്തിലുള്ള IP റേറ്റിങ്ങോ ഇതിനില്ല. സോ വളരെ സൂക്ഷിച്ചും കണ്ടും ഇതൊക്കെ ഉപയോഗിക്കുക. ആൻഡ് വാങ്ങിയ ഉടൻ തന്നെ ഒരു ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കുക. മറ്റുള്ള സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വരുന്നത് ഡുവൽ മൈക്കാണ് വിത്ത് ഓട്ടോ ഫോക്കസ്. അതായത് കോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നോയ്സ് അല്ലെങ്കിൽ ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ ഈ ഓട്ടോ ഫോക്കസ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം ഒരുവിധം AI ഉപയോഗിച്ച് എലിമിനേറ്റ് ചെയ്യപ്പെടും. സോ മറ്റുള്ളവർക്ക് നമ്മുടെ ശബ്ദം വ്യക്തമായി കേൾക്കാൻ സാധിക്കും. അടുത്തതായി മോണോ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ 3.5mm ഹെഡ്ഫോൺ ജാക്കും കൊടുത്തിട്ടുണ്ട്. ഫൈനലി എനിക്ക് പറയാനുള്ളത് ഡിസ്പ്ലേയുടെ കുറവുകളും പ്രൊട്ടക്ഷൻ ഇല്ലായ്മയും ചാർജർ ഇല്ലായ്മയും ഒക്കെയായി പൊരുത്തപ്പെടാൻ പറ്റുന്നവർക്ക് ഇത് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും.